സി എലഗൻസ് എന്ന് പറയുന്ന ഒരു വേമിലാണ് ഈ ശാസ്ത്രജ്ഞര് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് നോക്കിയത്. ഒരു എൻസൈം വെച്ചിട്ട് ഈ mRNA ബ്രേക്കുകൾ ഫോം ചെയ്തിട്ടാണ് ആദ്യമായി ഇതിന്റെ പ്രവർത്തനം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. Download now CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു CC. ഞാൻ അഞ്ജിത. അപ്പൊ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സെറ്റ് സുവോളജി എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. പക്ഷെ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ദേ എന്റെ ബാക്കിൽ നിങ്ങൾ ഈ കാണുന്ന ഈ വലിയൊരു പോസ്റ്റർ, അതെന്താണ്? നമ്മുടെ 2026 ജനുവരി മാസത്തില് നമ്മുടെ CCയിൽ നിന്നും സെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു പോസ്റ്റർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. എണ്ണിയാലും തീരാത്തത്ര റിസൾട്ടുകളാണ് ഇത്തവണയും CC എന്നത്തെയും പോലെ വാരിക്കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജാനുവരി മാസത്തിലെ റിസൾട്ട് ആണ്. അപ്പൊ ഏകദേശം എത്രയാണ്? 567ഓളം കാൻഡിഡേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ CCയിൽ നിന്ന് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 3000-ലധികം കുട്ടികളാണ് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും 567 കുട്ടികൾ നമ്മുടെ CCയുടെ കുട്ടികളാണെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാം. അപ്പൊ എന്നത്തെയും പോലെ CC ആണ് ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ വാരി കൂട്ടിയിരിക്കുന്നത്. അപ്പോ ഇത് വെച്ചിട്ട് എനിക്ക് എന്താ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ജൂൺ മാസത്തിൽ വരാനിരിക്കുന്ന സെറ്റ് എക്സാം ആണ് നിങ്ങളുടെ മുന്നിലെ ലക്ഷ്യമെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാനില്ല. CC ഇതാ പുതിയ ബാച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ലോങ് ബാച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ന്യൂ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും ഇപ്പൊ തന്നെ ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈം ടേബിളുകൾ വെച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വേണ്ട കാര്യങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടൊരു മെന്റർ സപ്പോർട്ട് കൂടി നമുക്കുണ്ട്. അപ്പൊ കൃത്യമായി നിങ്ങളിലേക്ക് ഓരോ ക്ലാസ്സുകളും എത്തുന്നു. ലൈവ് ക്ലാസ്സുകളായി എത്തുന്നു, റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് എത്തുന്നു. ഓരോ ക്ലാസ്സുകളെയും ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, MCQs എത്തുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസുകൾ എത്തുന്നുണ്ട്, വീക്ക്ലി എക്സാംസ് വരുന്നുണ്ട്, മോഡൽ എക്സാംസ് വരുന്നുണ്ട്. എന്നിങ്ങനെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും വെച്ച് പാക്ഡ് ആയിട്ടുള്ള ബാച്ച് തന്നെയാണ് ഇത്തവണയും നമ്മൾ സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ജൂൺ എക്സാം നിങ്ങൾക്ക് സ്വന്തമാക്കണം. ജൂണിലെ സെറ്റ് എക്സാം സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ഇപ്പൊ തന്നെ നമ്മുടെ ബാച്ചിന്റെ ഭാഗമായിക്കോളൂ. ഓക്കെ, അപ്പൊ അടുത്ത ജൂൺ എക്സാമിന്റെ റിസൾട്ടിന്റെ പോസ്റ്ററിൽ നിങ്ങളുടെയും ഫോട്ടോ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് RNA ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു ടോപ്പിക്കിലേക്ക് ഒന്നുകൂടി വന്ന് നോക്കേണ്ട ആവശ്യം വരില്ല. കാരണം അത്രയും എളുപ്പമാണ്, പ്ലസ് ഇമ്പോർട്ടന്റുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് RNA ഇന്റർഫെറൻസ്. 1998 രണ്ട് സയന്റിസ്റ്റുകൾ ചേർന്നിട്ട് ആൻഡ്രൂ ഫയർ ആൻഡ് ക്രേഗ് എല്ലോ എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞർ ചേർന്നിട്ടാണ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജീൻ സൈലൻസിങ് കണ്ടുപിടിച്ചത്. അപ്പൊ RNA ഇന്റർഫിയറൻസ് എന്ത് ടെക്നിക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊരു ജീൻ സൈലൻസിങ് ടെക്നിക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒക്കെ ജീനുകൾ എക്സ്പ്രസ് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ mRNAകൾ എക്സ്പ്രസ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാവാതെ ഇരിക്കണമെങ്കിലൊക്കെയുള്ള ഒരു ടെക്നിക്കാണ് ഈ ജീൻ സൈലൻസിങ് ടെക്നിക് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് RNA ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, they did their experiments on small worm called Caenorhabditis elegans. C elegans എന്ന് പറയുന്ന ഒരു വേമിലാണ് ഈ ശാസ്ത്രജ്ഞര് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് നോക്കിയത്. ആൻഡ് അവർക്ക് എന്തായിരുന്നു ആവശ്യം? they wanted to stop the production of a certain muscle protein in worm. ആ വേമിനകത്തുള്ള മസിൽസ് എന്ന് വരുന്ന ഒരു പെർട്ടിക്കുലർ പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ അവർക്ക് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യണമായിരുന്നു. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഈ വേമിലേക്ക് അവർ 3 ടൈപ്പ് RNAകളെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ജീനിനെ സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വേമിലേക്ക് എന്ത് ചെയ്തു? 3 ടൈപ്പ് RNAകളെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഏതൊക്കെയാണ് ആ 3 ടൈപ്പ് RNA നോക്കിക്കേ. 1 സെൻസ് RNA, 2 ആന്റി സെൻസ് RNA, 3 ഡബിൾ സ്ട്രാൻഡഡ് RNA. 3 ടൈപ്പ് RNAകളാണ് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തത്. അതിൽ സെൻസ് RNA എന്താണ്? സെൻസ് RNA എന്ന് വെച്ചാൽ the same sequence has the mRNA for that protein.
അപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ പ്രോട്ടീൻ ഉണ്ടാവണം. ആ പ്രോട്ടീൻ എ ആണ്. ഈ എ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ഒരു പെർട്ടിക്കുലർ mRNA ആയിരിക്കുമല്ലോ. mRNA എ എന്ന് പറയുന്ന ആ mRNA ആയിരിക്കും ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഈ mRNA എയുടെ ആ സ്ട്രാൻഡിന്റെ അതേ സീക്വൻസ് ഉള്ള RNA ആണ് സെൻസ് RNA. അപ്പൊ സെൻസ് RNA എന്താണ്? നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള പ്രോട്ടീനിന്റെ അല്ലെങ്കിൽ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യേണ്ട ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന mRNAയുടെ അതേ സീക്വൻസ് ഉള്ള RNA ആണ് സെൻസ് RNA എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ആന്റി സെൻസ് RNA എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള mRNAയുടെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഉണ്ടാവുമല്ലോ. ആ കോംപ്ലിമെന്ററി സ്ട്രാൻഡിന്റെ സീക്വൻസ് ഉള്ള RNA ആണ് ആന്റി സെൻസ് RNA എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് ഡബിൾ സ്ട്രാൻഡഡ് RNA, dsRNA എന്ന് വെച്ചാൽ എന്താണ്? ഈ സെൻസ് RNAയും ഉണ്ടാവും, ആന്റി സെൻസ് RNAയും ഉണ്ടാവും. ഓക്കെ, സെൻസ് ആൻഡ് ആന്റി സെൻസ് RNAയുടെ കോംപ്ലിമെന്ററി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ഡബിൾ സ്ട്രാൻഡഡ് RNA ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൂന്നാമതായിട്ട്. അപ്പൊ അങ്ങനെ 3 ടൈപ്പ് RNAകളാണ് ഈ വേമിലേക്ക് ഇൻജെക്ട് ചെയ്തത്. ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടായ റിസൾട്ട് എന്താണ് അവർക്ക് കാണാൻ സാധിച്ചത് എന്ന് വെച്ചാൽ ദ സിംഗിൾ സ്ട്രാൻഡഡ് RNAs had little or no effect. സിംഗിൾ സ്ട്രാൻഡഡ് RNAകൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ആ ജീനിനെ ചെയ്തില്ല, അല്ലെങ്കിൽ ആ ജീനിനെ സൈലൻസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. സിംഗിൾ സ്ട്രാൻഡഡ് എന്ന് പറയുമ്പോൾ ഈ സെൻസ് RNAയ്ക്കും പറ്റിയില്ല, ആന്റി സെൻസ് RNAയ്ക്കും പറ്റിയില്ല. കാരണം അത് രണ്ടും എന്തായിരുന്നു? സിംഗിൾ സ്ട്രാൻഡഡ് RNAകളായിരുന്നു. പിന്നെ ആർക്കാണ് പറ്റിയത്? നമ്മുടെ ഡബിൾ സ്ട്രാൻഡഡ് RNA, അതായത് സെൻസ് RNAയും ആന്റി സെൻസ് RNAയും രണ്ടും ചേർന്നിട്ടുള്ള ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടല്ലോ. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA എന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റോപ്പ് ദ പ്രോട്ടീൻ ഫ്രം ബീങ് മെയ്ഡ് കംപ്ലീറ്റ്ലി. ആ mRNA പ്രോട്ടീൻ ആയി മാറുന്നതിനെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ആ mRNA സൈലൻസ് ചെയ്യാൻ പറ്റി. അപ്പൊ അത് ആർക്ക് പറ്റി? ആ ഡബിൾ സ്ട്രാൻഡഡ് RNAക്കാണ് പറ്റിയത്. ഇതാണ് നമ്മുടെ ഫയർ ആൻഡ് മെലോ നടത്തിയ ആ ഒരു എക്സ്പെരിമെന്റ്. ആൻഡ് ഈ ഒരു പ്രോസസ്സിനെ അവർ ഏത് പേരിൽ വിളിച്ചു? RNA ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ RNAi എന്ന് പറയുന്ന പേരിൽ വിളിച്ചു. അപ്പൊ RNA ഇന്റർഫിയറൻസ് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? ഇതില് ഈ RNA ഇന്റർഫിയറൻസിൽ ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ഇൻഹിബിഷൻ അല്ലെങ്കിൽ ഈ ഒരു സൈലൻസിങ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാ ഇത് ചെയ്യുന്നത് നോക്കിക്കേ. ഡബിൾ സ്ട്രാൻഡഡ് RNA enters the cell. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA ഏത് സെല്ലിലാണോ പോയി ആക്ട് ചെയ്യേണ്ടത് ആ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഇറ്റ് ട്രിഗേഴ്സ് എ പ്രോസസ് ദാറ്റ് ഡിസ്ട്രോയ് ദ mRNA വിത്ത് ദ സെയിം സീക്വൻസ്. അപ്പൊ അതെന്താ ചെയ്യുന്നേ? അതിന്റെ അതേ സീക്വൻസ് ഉള്ള mRNA പോയി കണ്ടുപിടിച്ച് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചതാണ്. ഇതിൽ സെൻസ് RNAയും ഉണ്ട്, ആന്റി സെൻസ് RNAയും ഉണ്ട് അല്ലെ? ഇതിൽ സെൻസ് RNA എന്ന് വെച്ചാൽ ഈ mRNAയുടെ അതേ സീക്വൻസ് ഉള്ളവരാണ് അല്ലെ? ഈ സെൻസ് RNA എന്ന് വെച്ചാൽ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യേണ്ട mRNAയുടെ അതേ സീക്വൻസ് ഉള്ളവരാണ്. അപ്പൊ ആ സെൻസ് RNA ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ അതേ സീക്വൻസ് ഉള്ള മറ്റൊരു mRNA കണ്ടുപിടിച്ച് അതിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മനസ്സിലായല്ലോ? ആസ് എ റിസൾട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? mRNA അവിടെ ഉണ്ടാവുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? RNA ഇന്റർഫിയറൻസ്, ഡബിൾ സ്ട്രാൻഡഡ് RNA സ്റ്റാർട്ട്സ് ദ പ്രോസസ് ബൈ യൂസിങ് an enzyme. ഒരു എൻസൈം വെച്ചിട്ട് ഈ mRNAയിൽ ബ്രേക്കുകൾ ഫോം ചെയ്തിട്ടാണ് ആദ്യമായി ഇതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ എൻസൈം ഏതാണ്? ഡൈസർ എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്ത് ഈ mRNA അല്ലെങ്കിൽ ഈ പറയുന്ന ഡബിൾ സ്ട്രാൻഡഡ് RNA എന്താണ്? കട്ട് ചെയ്യുന്നു. സോ നമുക്ക് ആദ്യം ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ട്. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA ആ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം അതിനെ പ്രോസസ്സ് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതാക്കുന്നു. ആര്? ഡൈസർ എന്ന് പറയുന്ന എൻസൈം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞുണ്ടാവുന്ന ചെറിയ ചെറിയ RNAs ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് siRNA. എന്താ siRNA? സ്മോൾ ഇന്റർഫിയറിംഗ് RNAs എന്ന് വിളിക്കും. സ്മോൾ ഇന്റർഫിയറിംഗ് RNAs. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 21 to 23 ന്യൂക്ലിയോടൈഡ്സ് മാത്രമുള്ള ചെറിയ RNA സ്ട്രാൻഡുകളാണ്. സോ അതാണ് siRNA. സോ ഡബിൾ സ്റ്റാൻഡേർഡ് RNA മൊത്തത്തിലല്ല ഫംഗ്ഷൻ ചെയ്തത്, അതിനെ കട്ട് ചെയ്ത് ചെറിയ പീസുകളായി siRNA ആയിട്ടാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഈ siRNA എന്ത് ചെയ്യും? ഈ siRNAയിലേക്ക് കുറേയധികം പ്രോട്ടീനുകളുടെ കോംപ്ലക്സ് വന്ന് ജോയിൻ ചെയ്യും. ഇതിനെ എന്ത് വിളിക്കും? റിസ്ക്
റിസ്ക് കോംപ്ലക്സ് അല്ലെങ്കിൽ റിസ്ക് എന്ന് വിളിക്കും. എന്താ RISC? റിസ്കിന്റെ ഫുൾ ഫോം എന്താ? RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ്. RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആയി അത് മാറും. ഈ റിസ്ക് കോംപ്ലക്സിലേക്ക് ഈ siRNA ചെന്ന് അസോസിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ പ്രത്യേകത, ഈ കോംപ്ലക്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ ഉണ്ട്. എന്താ പ്രോട്ടീന്റെ പേര്? ആർഗനോട്ട് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ആർഗനോട്ട് എന്ന് പറയുന്ന പ്രോട്ടീൻ, അല്ലെങ്കിൽ ആനിമൽസിൽ പറഞ്ഞ AGO2 എന്നൊക്കെ നമുക്ക് പറയാം. ആർഗനോട്ട് എന്ന് പറയുന്ന പ്രോട്ടീനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഈ പ്രോട്ടീൻ കോംപ്ലക്സിലെ ഒരു പ്രോട്ടീനാണ് ആർഗനോട്ട് എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? 1 strand of siRNA is removed. നമ്മൾ പറഞ്ഞു ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ആദ്യം ഇതൊരു വലിയ സ്റ്റാൻഡ് ആയിരുന്നു, പിന്നെ ഈ പറഞ്ഞ ഡൈസർ എന്ന് പറയുന്ന പ്രോട്ടീൻ വന്ന് ഇതിനെ കുഞ്ഞു കുഞ്ഞു സ്റ്റാൻഡുകളായി ബ്രേക്ക് ചെയ്തു. ഇപ്പോഴും അത് എന്താണ്? ചെറിയ സ്റ്റാൻഡുകളാണ്, പക്ഷെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് അല്ലെ? ഈ ഡബിൾ സ്റ്റാൻഡിനകത്തെ ഓരോ സ്റ്റാൻഡിനെ ഇവിടെ റിമൂവ് ചെയ്യുന്നു. എവിടെ? നമ്മുടെ റിസ്കിന്റെ അകത്ത്. ഓക്കെ, നമ്മൾ ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു പറഞ്ഞല്ലോ, ആ കോംപ്ലക്സിന്റെ ഉള്ളില് ഈ siRNA ഡബിൾ സ്റ്റാൻഡിൽ നിന്നും ഒരു സ്റ്റാൻഡിനെ റിമൂവ് ചെയ്യുന്നു. Okay, the other strand stays and helps risk find the mRNA with matching sequence. അപ്പൊ ഒരു സ്റ്റാൻഡ് പോയി കഴിയുമ്പോൾ അവിടെ എന്താണ്? പിന്നെ ഒരു സിംഗിൾ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ അല്ലെ? ആ സിംഗിൾ സ്റ്റാൻഡിനെ പിന്നെ വിളിക്കുന്ന പേരാണ് ഗൈഡ് സ്റ്റാൻഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഗൈഡ് സ്റ്റാൻഡ് എന്ന് വിളിക്കും. ഈ ഗൈഡ് സ്റ്റാൻഡ് ആണ് പിന്നീട് അതിന്റെ അതേ സീക്വൻസ് ഉള്ള മറ്റൊരു സ്റ്റാൻഡിനെ കണ്ടെത്തി അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഗൈഡ് സ്റ്റാൻഡ് വേണം. ഗൈഡ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഗൈഡ് സ്റ്റാൻഡ് ചെന്നിട്ട് ടാർഗറ്റ് mRNAയുമായി ബൈൻഡ് ചെയ്യുന്നു. കണ്ടോ, ഗൈഡ് സ്റ്റാൻഡ് ചെന്ന് ടാർഗറ്റ് mRNAയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്നതാണ് നമ്മുടെ ആർഗനോട്ട് പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞല്ലോ AGO2 എന്ന് പറയുന്ന ആർഗനോട്ട് പ്രോട്ടീൻ. ആ ആർഗനോട്ട് പ്രോട്ടീൻ ചെന്നിട്ട് ആ ടാർഗറ്റ് mRNA പോയി കട്ട് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ആ mRNAക്ക് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ട പ്രോട്ടീനെ അവിടെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, അപ്പൊ അത് നമുക്ക് സൈലൻസ് ചെയ്യേണ്ട ജീനിനെ നമുക്ക് അവിടെ സൈലൻസ് ചെയ്യാനായി പറ്റുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം വരുന്നത്. ഓക്കെ, ഈച്ച് siRNA can destroy many copies of its target mRNA such as viral RNA, transposons or specific host. അപ്പൊ ഏതെങ്കിലും ഒക്കെ ഒരു ഓർഗാനിസത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയാണ്, വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ വൈറൽ ആ ഒരു കമ്പണന്റിന്റെ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ വൈറസിന്റെ ഏതെങ്കിലും ഒരു RNA നമുക്ക് ഡിസ്ട്രോയ് ചെയ്യണം, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന RNA നമുക്ക് ഈ പറയുന്ന പോലെ ഡിസ്ട്രോയ് ചെയ്യണം, സൈലൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം അല്ലെ? siRNA ടെക്നിക്ക് യൂസ് ചെയ്ത് ആ വൈറസിന്റെ സ്പെസിഫിക് പ്രോട്ടീനെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പെസിഫിക് mRNA ടാർഗറ്റ് ചെയ്ത് നമുക്ക് അതിനെ ഡിസ്ട്രോയ് ചെയ്ത് ആ ജീനിനെ സൈലൻസ് ചെയ്യിക്കാം. സോ അതിലൊക്കെ വളരെ വലിയ പ്രാധാന്യം ഉള്ള ഒരു ടെക്നിക്കാണ് RNA ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ആ ഡബിൾ സ്റ്റാൻഡ് RNAയിൽ നമ്മുടെ ഡൈസർ വന്ന് ആക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ചെറിയ സ്റ്റാൻഡ് ആക്കി മാറ്റുന്നു അല്ലെ? അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? അത് റിസ്ക് കോംപ്ലക്സുമായി അസോസിയേറ്റ് ചെയ്യുന്നു. കണ്ടോ, റിസ്ക് കോംപ്ലക്സ്, ആ പേർപ്പിൾ കളർ. ഓക്കെ, നമ്മൾ റിസ്ക് കോംപ്ലക്സുമായി വന്ന് അസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു സ്റ്റാൻഡ് പോയി ഈ താഴത്തെ സ്റ്റാൻഡ് അങ്ങ് റിമൂവ് ചെയ്തു. ഇപ്പൊ ഒരു സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. ഓറഞ്ച് കളറിൽ നിങ്ങൾ കാണുന്ന ഒരു സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. അത് ചെന്നിട്ട് കറക്റ്റ് ആയിട്ട് എവിടെ ബൈൻഡ് ചെയ്യും? നമ്മുടെ ടാർഗറ്റ് RNAയിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് AGO എന്ന് പറയുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ആർഗനോട്ട് പ്രോട്ടീൻ എന്താണ്? അതിനെ ബ്രേക്ക് ചെയ്ത് എന്താണ്? അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. സോ അതാണ് നമ്മൾക്ക് ഇവിടെ siRNA അല്ലെങ്കിൽ RNA ഇന്റർഫിയറൻസിന്റെ ഒരു ഭാഗമാണ് siRNA. ഇത് കൂടാതെ miRNA ഉണ്ട്. അത് ആ ഒരു ടോപ്പിക്കിന്റെയും കൂടി എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ യെസ് എന്ന് പറയുന്ന ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ യെസ് എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക്കും കൂടി വേണം എന്ന് മനസ്സിലാവും. സോ ഇത് കണ്ടവരാണ് നമ്മുടെ ടോപ്പിക് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ അടുത്ത പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്കാണ് ഇവിടെ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അതിന് മുൻപായിട്ട് മനസ്സിലാക്കുക, നമ്മൾ പറഞ്ഞു നമ്മുടെ CCയുടെ ലേണിംഗ് ആപ്പ് ഉണ്ട്. ആ ലേണിംഗ് ആപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കണ്ടന്റുകൾ ആപ്പുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇതുവരെ CCയുടെ ലേണിംഗ് ആപ്പ് എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ആപ്പിലൊക്കെ കുറേ അധികം ഫ്രീ കണ്ടന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ,
ശരി, ഇനി നമ്മളെ ഇപ്പൊ പറഞ്ഞ ഈ RNA ഇന്റർഫിയറൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന എന്താണ്, നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻ, നമുക്ക് എന്താണ് ഒരു 2 ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കി ആൻസർ ചെയ്തിട്ട് പോവാം. സയന്റിസ്റ്റ് designs siRNA with partial complementarity to target mRNA. What is the most likely outcome? അപ്പൊ നമ്മുടെ ടാർഗറ്റ് mRNAയുമായിട്ട് പാർഷ്യൽ കോംപ്ലിമെന്റാരിറ്റി മാത്രമേ ഈ siRNAക്ക് ഉള്ളൂ എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സയന്റിസ്റ്റ് ഡിസൈൻ ചെയ്തു, ഒരു siRNA ഡിസൈൻ ചെയ്തു. ആ siRNAയുടെ പ്രത്യേകത എന്താണ്? ടാർഗറ്റ് mRNAയുമായിട്ട് കംപ്ലീറ്റ്ലി അവർക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഒരു പാർഷ്യൽ മാച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അവിടെ ഔട്ട്കം എന്തായിരിക്കും? ഇമ്മീഡിയറ്റ് ക്ലീവേജ് ബൈ എഗോ ആയിരിക്കോ, ട്രാൻസ്ലേഷണൽ റിപ്രഷൻ വിത്തൗട്ട് ക്ലീവേജ് ആയിരിക്കോ, DNA ഡീഗ്രഡേഷൻ ആയിരിക്കോ, ഇൻക്രീസ്ഡ് ട്രാൻസ്ക്രിപ്ഷൻ ആയിരിക്കോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ആൻസർ പറയണം ഓപ്ഷൻ ബി ആണ്. കാരണം നമ്മുടെ ടാർഗറ്റ് mRNAയുമായിട്ട് കംപ്ലീറ്റ്ലി കോംപ്ലിമെന്ററി ആയിട്ട് ബൈൻഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ടാർഗറ്റ് DNA ക്ലീവ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എന്താ, പാർഷ്യൽ കോംപ്ലിമെന്റാരിറ്റി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ടാർഗറ്റ് mRNA ക്ലീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ്, ആ mRNAയുടെ ട്രാൻസ്ലേഷനെ റിപ്രസ് ചെയ്യാൻ പറ്റും. ക്ലീവ് ചെയ്യാതെ ആ mRNA എന്താണ് റിപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ ക്ലീവ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് കോംപ്ലിമെന്റാരിറ്റി വേണം. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A mutation causes the guide strand to dissociate prematurely from the risk. What is the effect? നമ്മൾ പറഞ്ഞു, ഗൈഡ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്ട്രാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് mRNA പോയി ബൈൻഡ് ചെയ്തിട്ട് അവിടെ ക്ലീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഗൈഡ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് റിസ്ക് കോംപ്ലക്സിൽ നിന്നും ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു മ്യൂട്ടേഷൻ അവിടെ സംഭവിച്ചു എന്നാ പറയാം. അങ്ങനെയെങ്കിൽ അവിടെ എന്ത് ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക? ഓപ്ഷൻസ് നോക്കിയേ. ഇൻക്രീസ്ഡ് സൈലൻസിങ് എഫിഷ്യൻസി ആണോ? ബി പറയുന്നു നോ ടാർഗറ്റ് റെക്കഗ്നിഷൻ ആണോ? സി പറയുന്നു ഫാസ്റ്റർ mRNA ക്ലീവേജ്. ഡി പറയുന്നു എൻഹാൻസ്ഡ് ഡൈസർ ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഗൈഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ടാർഗറ്റിനെ പോയി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ടാർഗറ്റ് mRNA റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനവിടെ മ്യൂട്ടേഷൻ സംഭവിച്ചു, വിട്ടുപോയി എങ്കിൽ അവിടെ എന്താണ്? നോ ടാർഗറ്റ് റെക്കഗ്നിഷൻ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. കണ്ടോ, അപ്പൊ ചെറിയൊരു ഭാഗമാണ് അല്ലെ, ആ ചെറിയൊരു ഭാഗത്തെ പറ്റി കറക്റ്റ് ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലായപ്പോ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇനി അടുത്ത സെറ്റിലേക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നവര്, നിങ്ങൾ ഇത് ക്രാക്ക് ചെയ്യണം എന്ന് അത്രയും ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഫസ്റ്റ് ടൈം സെറ്റ് എഴുതാൻ പോകുന്നവരുണ്ടാവും, ഇതിന് മുന്നത്തെ സെറ്റ് എക്സാം എഴുതിയിട്ട് കിട്ടാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് CCയിൽ. ഇതാ വീണ്ടും ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ ഭാഗമാകാം. ഈ ഭാഗമാകണമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. Download now. CC Learning App.